അസ്സലാമു അലൈക്കും. എത്തിക്സ് ബിയോണ്ട് ഇൻ്റലിജൻസിൻ്റെ 3-ാം സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഒരു സുഹൃത്ത് വിളിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇന്ന് AI എല്ലാം നൽകുന്നുണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നുണ്ട്. ഗൂഗിൾ, ChatGPT, ജെമിനി, AI ഡോക്ടർ, AI ട്യൂട്ടർ എല്ലാമുണ്ട്. എല്ലാത്തിനും ഉത്തരം കിട്ടുന്ന ഒരു സോഴ്സ് ഉണ്ടാകുമ്പോൾ ഈ കാലത്ത് ഖുർആൻ്റെ പ്രസക്തി കുറഞ്ഞു വരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. ഒറ്റ വാക്കിൽ നോക്കുന്ന സന്ദർഭത്തിൽ ഇത് നല്ലൊരു ചോദ്യമായി തോന്നുന്നുണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉറവിടം ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് എന്നുള്ളതാണ്. തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ആ സുഹൃത്ത് മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഖുർആൻ്റെ ഡ്യൂട്ടി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് AI ഉത്തരങ്ങൾ നൽകുന്നു, ഖുർആൻ ദിശ നൽകുന്നു. ഖുർആൻ പ്രധാനമായും ചെയ്യുന്നൊരു കാര്യം മനുഷ്യനെ എങ്ങനെ ജീവിക്കണം, എവിടേക്ക് പോകണം, എങ്ങനെയാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ഗൈഡൻസ്, ദിശാബോധമാണ് നൽകുന്നത്. ഒന്നും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യന് അദ്ദേഹം ഒരു ആഴക്കടലിൽ എത്തിപ്പെടുകയാണ്. അദ്ദേഹത്തിന് ദിശ അറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു മോഡേൺ ഷിപ്പ് കിട്ടുന്നു. എല്ലാ ടെക്നോളജിയും ആ ഷിപ്പിലുണ്ട്. പക്ഷേ ഷിപ്പിനൊരു കുറവുണ്ട്, അതിനൊരു കോമ്പസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ നല്ല ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല എൻജിനുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എങ്ങോട്ട് പോകണമെന്നറിയാൻ ഒരു ചെറിയൊരു കോമ്പസിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ വലിയ എൻജിനും വിവരങ്ങളും ടെക്നോളജിയും ഒക്കെ ഉണ്ടായിട്ടും എങ്ങോട്ട് പോകണം എന്നറിയാതെ ഈ മനുഷ്യൻ വട്ടം ചുറ്റുന്നൊരവസ്ഥ. ഇതുപോലെയാണ് ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ്റെ അവസ്ഥ. ഇൻഫർമേഷൻ്റെ ഒരു ഓവർഫ്ലോ ആണ്. എല്ലാ ഭാഗത്തു നിന്നും ഇൻഫർമേഷൻ കിട്ടുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ തന്നെ അതിൻ്റെ ഹ്യൂമൻ സൈഡും അതിൻ്റെ മോറൽ സൈഡും പരിഗണിക്കാതെ തന്നെ ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ഓവർഫ്ലോൻ്റെ ഇടയിൽ ഇൻഫർമേഷൻ്റെ ഈ ഓവർഫ്ലോ തരണം ചെയ്യാതെ മനുഷ്യൻ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇവിടെയാണ് ജഡ്ജ്മെൻറ്റ് ഓവർ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഡ്യൂട്ടി. ഇത് ഖുർആനിക് ഫ്രെയിംവർക്കിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് ഇൻഫർമേഷൻ വേണം, പക്ഷേ ആ ഇൻഫർമേഷൻ്റെ ഓവർഫ്ലോ ഉണ്ടാകുമ്പോഴും നല്ലതേത് ചീത്തതേത് എന്ന് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ കഴിയണം. അതാണ് ഈ AI കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്. മറ്റൊരു വിഷയം, AI വിവരങ്ങൾ കണ്ടെത്തും, രോഗങ്ങൾ കണ്ടെത്തും, ഭാഷകൾ വിവർത്തനം ചെയ്യും, കോഡിംഗ് നടത്തും, തീരുമാനങ്ങൾ നിർദ്ദേശിക്കും. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, AIക്ക് ഒരു കുട്ടിയോട് പറയാൻ കഴിയുമോ, നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അതെന്തിനു വേണ്ടിയാണ്, ക്ഷമയുടെ ഫലം, അസ്സബുറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നുപദേശിക്കൽ AI എങ്ങനെയാണ് ഉപദേശിക്കാൻ പോകുന്നത്? ത്യാഗത്തിൻ്റെ മഹത്വം AI ഉപയോഗിച്ച് എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്, തഖ്വയുള്ളവർക്ക് മാത്രമാണ് അവിടെ പ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ തഖ്വ എങ്ങനെയാണ് AI ഫീൽ ചെയ്യിപ്പിക്കാൻ പോകുന്നത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, AIക്ക് ഉത്തരങ്ങളെ നൽകാൻ കഴിയുന്നുള്ളൂ, ഇൻഫർമേഷനെ നൽകാൻ കഴിയുന്നുള്ളൂ. ഒരുപക്ഷെ നോളജ് ലെവലിലേക്കും അത് പോകുന്നുണ്ടാവാം. ഡാറ്റ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷനായി മാറും, ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നോളജായിട്ട് മാറും, നോളജ് പ്രോസസ്സ് ചെയ്തുകൊണ്ട് മാറുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, വിസ്ഡം എന്ന് പറയുന്നത്. ആ വിസ്ഡം എന്നുള്ള സ്റ്റേജിലേക്ക് പോകാൻ AIക്ക് കഴിയില്ല. AI നോളജ് ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കും. ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത് വിസ്ഡം എന്നുള്ളതാണ്. അപ്പോൾ AI കാലത്ത് ഖുർആൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
വിസ്ഡം ഓവർ സ്പീഡ്, വിസ്ഡം ഓവർ ഇൻഫർമേഷൻ. ഇതിൽ കൂടിയാണ് ഖുർആൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അപ്പോൾ ഖുർആൻ്റെ പ്രസക്തി AI കാലത്ത് ഒരിക്കലും കുറയുകയില്ല, അത് കൂടുകയാണ്. AI ടീച്ചേഴ്സ് കേപ്പബിലിറ്റി, ഖുർആൻ ടീച്ചേഴ്സ് റെസ്പോൺസിബിലിറ്റി. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. AI ടീച്ചേഴ്സ് കേപ്പബിലിറ്റി, ഖുർആൻ ടീച്ചേഴ്സ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഖുർആനെ ഒരു മതഗ്രന്ഥം എന്നുള്ള രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. പക്ഷേ ഖുർആൻ ഒരു മതഗ്രന്ഥം മാത്രമല്ല, ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ ഈസ് എ ബുക്ക് ഓഫ് മീനിങ്, പേർപ്പസ്, ജസ്റ്റിസ്, മേഴ്സി, ഹ്യൂമൻ ഡിഗ്നിറ്റി, സിവിലൈസേഷൻ, റിലേഷൻഷിപ്പ്, ലീഡർഷിപ്പ്, അക്കൗണ്ടബിലിറ്റി, ഹോപ്സ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എണ്ണിയാലൊതുങ്ങാത്ത മനുഷ്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഈ കോമ്പറ്റേറ്റീവ് വേൾഡിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്ന ഒരു സമഗ്രമായ ഗ്രന്ഥമാണ് ഖുർആൻ. അതിനെ ഉത്തരം കണ്ടെത്താനുള്ളൊരു സോഴ്സ് മാത്രമായി കാണുന്നതിനപ്പുറം അത് ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നുള്ളതിനേക്കാൾ അപ്പുറം അത് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് നാം അതിനെ വിലയിരുത്തുന്നത്, നാം അതിനെ വിലയിരുത്തേണ്ടത്. ആ ആംഗിളിൽ നിന്ന് ഖുർആനെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഖുർആൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. AI കാലത്തും AGI കാലത്തും ASI കാലത്തും ഖുർആൻ്റെ പ്രസക്തി കുറയുകയില്ല, കൂടുകയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ ഒരു ആംഗിളിൽ കൂടി ഖുർആനെ പഠിക്കുമ്പോഴാണ്. വെൻ ടെക്നോളജി ഗ്രോസ്, പവർ ഇൻക്രീസസ്. വെൻ പവർ ഇൻക്രീസസ്, എത്തിക്സ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ടെക്നോളജി ഒരുപാട് വളർന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഒപ്റ്റിമൈസേഷനൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷേ ഇവിടെ ലാക്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്, മൊറാലിറ്റി. ഈ മൊറാലിറ്റി ഇല്ലാതെ ഇതൊക്കെ എത്ര ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും മനുഷ്യനത് ഉപയോഗപ്പെടുകയില്ല. ഇന്ന് തന്നെ നോക്കൂ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പവറും ടെക്നോളജിയുമൊക്കെ ഒരു ഭ്രാന്തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് മനുഷ്യൻ്റെ മേലിൽ പ്രയോഗിക്കുന്നു. എത്തിക്സ് എന്ന ആ ഒരു സ്കില്ല് വളർത്തിയെടുക്കാത്തതുകൊണ്ട് ലോകം ഇന്ന് സഫർ ചെയ്യുകയാണ്. ഈ അമേരിക്ക ഇറാൻ യുദ്ധം നടക്കുമ്പോൾ അത് ഈ രണ്ട് രാജ്യങ്ങളെ അല്ലെങ്കിൽ മാത്രമല്ല ബാധിക്കുന്നത്, ലോകം മുഴുവൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതെന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ടെക്നോളജി വളർന്നതുകൊണ്ട് മനുഷ്യന് ഉപയോഗപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ലോകത്തിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ടെക്നോളജി അല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇത് ഉപയോഗിക്കുന്ന മനുഷ്യന് എത്തിക്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇവിടെയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ടെക്നോളജിക്ക് എതിരല്ല. എത്തിക്സ് ബിയോണ്ട് ഇൻ്റലിജൻസ് എന്ന മൂവ്മെൻറ്റ് ഒരിക്കലും ടെക്നോളജിക്കും എതിരല്ല. മറിച്ച് നാം പറയുന്നത് ടെക്നോളജി പ്രോ ഹ്യൂമൺ ആവണം, അതൊരിക്കലും ആൻറ്റി ഹ്യൂമൺ ആവരുത്. ടെക്നോളജി മനുഷ്യന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാവണം. ടെക്നോളജി ഒരിക്കലും മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറരുത്. മനുഷ്യൻ്റെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മെഷീൻ ഇൻ്റലിജൻസ് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്യൂച്ചർ ഓഫ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള NGOs അവർ AGIയും ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ലോകത്ത് നടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ഇവിടെ വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് ബോധ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് ടെക്നോളജി വളർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരുപക്ഷെ യുദ്ധം തുടങ്ങി വെച്ച ആൾക്ക് പോലും അത് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറിപ്പോവും. യുദ്ധം തുടങ്ങി വെച്ച ആളുകൾക്ക് അത് നിർത്തണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഈ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ്, മെഷീൻ്റെ ഇൻ്റലിജൻസ്, മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനെ ഓവർടേക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇവൻ മനുഷ്യനേക്കാൾ വലിയ ആളായി മാറുമ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റിയോ ഒരു ഉത്തരവാദിത്തമോ ഒരു റെസ്പോൺസിബിലിറ്റിയോ ഇല്ലാതെ ഒരു മോറൽ എത്തിക്സും ഇല്ലാത്ത ഈ മെഷീൻ എന്തും ചെയ്യും. അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് വരെ എത്താൻ അത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. AI വിദഗ്ധരിലെ 50% ആളുകൾ പറയുന്നുണ്ട് ഈ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് കാരണമായും കൊണ്ട് ലോകം നശിക്കാനുള്ള
10% പ്രോബബിലിറ്റിയെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഭയാനകതയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ന്യൂക്ലിയർ വെപ്പൺ അത് വന്നപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ ലോകം ശ്രമിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അതിൻ്റെ പേരിൽ പല ഡിസ്കഷനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ന്യൂക്ലിയർ വെപ്പണിനേക്കാൾ അപകടം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എത്തിക്സ് ഇല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വെറും കോർപ്പറേറ്റ് ലോബികൾ മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് 1000 മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റുന്നൊരു മെഷീനൊക്കെ വളർന്നു വരുമ്പോൾ അത് ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ AI-ക്ക് വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI-ക്ക് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ നോളജൊക്കെ ഉണ്ടാവാം, പക്ഷേ AI-ക്ക് വിസ്ഡമില്ല. എന്താണ് വിസ്ഡം? ഖുർആൻ അതിനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഖുർആൻ അതിനെ ഹിക്മ എന്നുള്ള രൂപത്തിലാണ് അതിനെ പരിചയപ്പെടുത്തുന്നത്. വിസ്ഡം, ഹിക്മ, ഇത് ഒരു വലിയ റിസർച്ച് തന്നെ നടത്തേണ്ട ഒരു ടോപ്പിക്കാണ്. ഹിക്മ, വിസ്ഡം എന്നുള്ള ഈ ടോപ്പിക്ക് റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആശയങ്ങൾ ഈ ഒരു വേർഡിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡോക്ടറെ നിങ്ങൾ എടുക്കൂ. ആ ഡോക്ടർക്ക് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയും. പക്ഷേ ആ രോഗിയോട് എങ്ങനെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് അത് അവരുടെ നോളജിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷനിൽ നിന്ന് വരുന്നതാണ്. മറിച്ച് ഈ രോഗിയോട് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കരുത്, എപ്പോൾ സംസാരിക്കണം എന്നുള്ളതൊക്കെ വിസ്ഡത്തിൽ നിന്ന് വരേണ്ടതാണ്. മെഷീൻ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക? അപ്പോൾ അവിടെയും ഖുർആൻ പറയുന്നുണ്ട്, അൽഗോരിതമിക് കൺട്രോൾ മാത്രം ഇത് നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാനുഷികമായ പരിഗണനകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവിടെ ഹ്യൂമൻ ഇൻ എ ലൂപ്പ് വരേണ്ടതുണ്ട്. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഷൂറ എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇൻ എ ലൂപ്പ് കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം ഇത്തരം ടെക്നോളജികളൊക്കെ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. ഇൻ്റലിജൻസ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ, വിസ്ഡം ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയായ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്ന് വിസ്ഡം പഠിപ്പിക്കും. ഇൻ്റലിജൻസ് ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷേ ശരിയായ ചോദ്യമായിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് നാം അടിവരയിടേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ യുഗത്തിൽ ഖുർആൻ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ട്? നമ്മൾ പറയേണ്ടത്, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തോളൂ, ഖുർആൻ പഠിച്ചോളൂ എന്ന് പറയണം. പക്ഷേ ലോകത്തോട് നാം വിളിച്ച് പറയേണ്ടത്, അതൊരു മുസ്ലിമിനോട് പറയേണ്ടതാണ്. ലോകത്തോട് നാം വിളിച്ച് പറയേണ്ടത് എന്താണ്? റീഡ് ഖുർആൻ ബിക്കോസ് ഇറ്റ് പ്രൊട്ടക്ട്സ് യുവർ ഐഡൻറ്റിറ്റി. ഖുർആൻ പ്രൊട്ടക്ട്സ് യുവർ തിങ്കിങ്. ഖുർആൻ പ്രൊട്ടക്ട്സ് യുവർ പേർപ്പസ്. ഖുർആൻ പ്രൊട്ടക്ട്സ് യുവർ ഫാമിലി. ഖുർആൻ പ്രൊട്ടക്ട്സ് യുവർ ഹ്യൂമാനിറ്റി. ഇതിലേക്കാണ് നാം വിരൽ ചൂണ്ടേണ്ടത്. ഖുർആൻ ആ രൂപത്തിലാണ് നമ്മൾ ഖുർആനിനെ കാണേണ്ടത്. ഞാൻ AI പഠിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഒരുപാട് പുതിയ AI മോഡലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓരോ മോഡലുകൾ വരുമ്പോഴും ആ മോഡലുകളൊക്കെ കൂടുതൽ സ്മാർട്ടറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ മോഡലും കൂടുതൽ കൈൻഡറായതുകൊണ്ട് none of them became a kinder. None of them become a humbler. None of them became more grateful. അതാവാൻ കഴിയില്ല. മെഷീൻ എങ്ങനെ അതാവാൻ കഴിയുക? അത് മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. ഇത് ഇല്ലാത്ത രൂപത്തിൽ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് നാം പറയുന്നത്, ഹ്യൂമണിനെ ലൂപ്പ് വന്നുകൊണ്ടായിരിക്കണം. ടെക്നോളജി എത്ര മുന്നോട്ട് പോയാലും അത് മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടിയുള്ളതായിരിക്കണം, മനുഷ്യൻ്റെ നഷ്ടത്തിന് വേണ്ടിയുള്ളതാവരുത്. ഹ്യൂമൺ ആവണമെന്ന് എത്തിക്സ് ബിയോണ്ട് ഇൻ്റലിജൻസ് എന്ന ആശയത്തിൽ കൂടി നാം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് പലരും ചോദിക്കും, AI വന്നതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളില്ലേ, എന്തിനാണ് നിങ്ങൾ AI എതിർക്കുന്നത് എന്നുള്ളത്. AI നമ്മൾ എതിർക്കുന്നില്ല.
എതിർക്കേണ്ട ആവശ്യവുമില്ല. AI മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. മനുഷ്യന് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും, മനുഷ്യൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും, കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ജീവിതം എളുപ്പമാക്കും, ഖുർആൻ ജീവിതത്തിന് അർത്ഥം നൽകുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വഴികൾ കാണിക്കും, ഖുർആൻ ദിശ കാണിക്കും, ലക്ഷ്യം കാണിക്കും. നമ്മളെ ശക്തരാക്കും, ഖുർആൻ നമ്മളെ ഉത്തരവാദിത്വമുള്ളവരാക്കും, റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കും, അക്കൗണ്ടബിലിറ്റി പഠിപ്പിക്കും. ഭാവി നിർമ്മിക്കും, ഖുർആൻ നമ്മളെ മനുഷ്യനാക്കി മാറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യുഗത്തിൽ ഖുർആൻ്റെ പ്രസക്തി കുറയുന്നില്ല, കൂടുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്കൊറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നാം ഓരോരുത്തരും ഉപയോഗിക്കുന്ന ആളുകളാണ്, ടൂൾസ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഓരോ ദിവസവും ഒരുപാട് ചോദ്യങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നാം ചോദിച്ചു കൊണ്ടിരിക്കുന്നു യോട്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ അവസാനമായിട്ട് എന്നാണ് ഖുർആനോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്? ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട്, ആ ഖുർആനിൽ കൂടി കണ്ണോടിച്ചുകൊണ്ട്, ആ ഖുർആനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ, ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഖുർആൻ കാലത്തും AGI കാലത്തും ASI കാലത്തും ഖുർആൻ്റെ പ്രസക്തി വർദ്ധിക്കുക മാത്രമേ ചെയ്യൂ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ വീണ്ടും പറയുന്നു, AI കാലത്ത് ഖുർആൻ്റെ പ്രസക്തി കുറയുന്നില്ല, ഖുർആൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം അടുത്ത സെഷനിൽ പുതിയ ടോപ്പിക്കുമായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു ആശയം, ഈ ഒരു മൂവ്മെൻറ്റ്, EBI മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും ഈ വിവരം അറിയിക്കുക. നമുക്കൊന്നിച്ചായും കൊണ്ട് എ കളക്റ്റീവ് മൂവ്മെൻറ്റ് ഫോർ ദ ഉമ്മ ബൈ ദ ഉമ്മ നമുക്ക് മുന്നോട്ട് പോകാം. See you. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.